നമ്മുടെ തിരുവോണത്തിൻ്റെ തൃക്കേക്കരപ്പനെ പൂക്കളിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ തറയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുത്തോലയും തുമ്പയും നമ്മൾക്ക് വേണ്ടുള്ള കാപ്പിയിലയും പൂവൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാമ്മ കാപ്പിയിൽ അരിയാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൂക്കളൊക്കെ എരിഞ്ഞു അച്ഛൻ കുരുത്തോലയൊക്കെ വെട്ടി വെച്ചിട്ട് ബാക്കിയുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തറയൊക്കെ കിട്ടുന്ന വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മളങ്ങനെ പൂക്കളൊക്കെ അരിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ തറയും തൃക്കേക്കരപ്പനെയൊക്കെ അലങ്കരിച്ച് വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ അലങ്കരിച്ച് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലുള്ള പൂവും തുമ്പയൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മളത് തൃക്കേക്കരപ്പനെ വെച്ചു. അതിന് സൈഡിലായിട്ട് അച്ചാമ്മ ചാണകമൊക്കെ മെതിയിട്ട് ഒരു കുഞ്ഞു പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ പൂക്കൾ ഇട്ടതിന് ശേഷം ബാക്കി പൂവും കൊണ്ട് ആ പൂക്കളം വലുതാക്കാൻ എഴുതിയിട്ട് അങ്ങനെ നമ്മൾ മെയിൻ പൂക്കൾ ഇടാനായിട്ട് ഞാൻ അതിൻ്റെ ഡിസൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചേച്ചിയും കൂടി പൂക്കൾ ഇട്ട് തീർത്തു. ഇത് ഞാൻ യൂട്യൂബിൽ നിന്നാണ് ഡിസൈൻ കണ്ടത്. അങ്ങനെ മെയിൻ പൂക്കൾ ഇട്ട് തീർന്നപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള പൂവും കൊണ്ട് നമ്മുടെ തൃക്കേക്കരപ്പൻ്റെ സൈഡിലുള്ള പൂക്കളം ഒന്ന് വലുതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുത്തോലൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും കൂടി ഇട്ടിട്ടുണ്ടായിരുന്ന പൂക്കളങ്ങളും അതുപോലെ തന്നെ തൃക്കേക്കരപ്പനും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.